നമ്മൾ ഒരുപാട് ഉയരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ച പല ആളുകളും ഒരുപക്ഷെ പാതി വഴിയിൽ വീണു പോകുന്ന സങ്കട കാഴ്ച കാണാറുണ്ട്. ക്രിക്കറ്റിലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിനോദ് കാംബ്ലി എന്നുള്ള പ്രതിഭ നിറഞ്ഞൊരു കളിക്കാരനുണ്ടായിരുന്നു. ബാല്യത്തിൽ സച്ചിനോടൊപ്പം കളിച്ചു വളർന്ന ഒരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കരിയറിൻ്റെ പാതി വഴിയിൽ വെച്ചിട്ട് ആ പ്രതിഭ എവിടെയോ മങ്ങിപ്പോയി. കാംബ്ലിയുടെ ജീവിതം ഇന്നും ക്രിക്കറ്റ് ആരാധകർക്ക് സങ്കടം പകരുന്ന ഒന്നാണ്. ഒരിക്കൽ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവീൺ ആമ്രെ എന്നുള്ള ബാറ്റ്സ്മാന് ഇപ്പുറത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, വിനോദ് 10 റൺസ് കൂടിയെടുക്ക്, പിന്നെ നിന്റെ മുമ്പിൽ ആരുമില്ല. മുംബൈ ടീമിൽ ഒരുമിച്ച് കളിച്ച പ്രവീൺ ആമ്രെ ഫിറോസ് ഷാ കോട്ല ഗ്രൗണ്ടിലെ വരണ്ടുണങ്ങിയ പിച്ചിൽ നിന്ന് തൻ്റെ മിത്രത്തിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ടേയിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ കളിക്കൂട്ടുകാരൻ സച്ചിനും ക്യാപ്റ്റൻ അസ്ഹറും ഇതിഹാസ താരം കപ്പിലുമെല്ലാം ഒരു പുത്തൻ ഇതിഹാസത്തിന്റെ പിറവി മുന്നിൽ കണ്ട് കൈയടിക്കുകയാണ്. താൻ നേരിടുന്ന 301ാമത്തെ പന്തിൽ ജോൺ ട്രെക്കോസ് എന്ന 46-കാരനെ പക്ഷേ ആ 21-കാരൻ പയ്യൻ ഒരൽപ്പം ലാഘവത്തോടെയാണ് നേരിട്ടത്. ആ പന്ത് തിരിച്ച് ട്രൈക്കോസിന്റെ കൈകളിലേക്ക് തന്നെ അടിച്ചു കൊടുത്തപ്പോൾ സ്റ്റേഡിയം മാത്രമല്ല, ആദ്യ സെഷനിൽ മഴ പെയ്ത് മേഘങ്ങളെ വകഞ്ഞു മാറ്റി ആ റെക്കോർഡിന് സാക്ഷിയാവാൻ വാനിലുദിച്ച സൂര്യൻ പോലും നിരാശനായി കാണും. അതെ, തുടർച്ചയായി 2ാം ടെസ്റ്റ് ഡബിൾ സെഞ്ചുറി നേടിയ വിനോദ് കാംബ്ലി എന്ന ആ പയ്യൻ കളഞ്ഞത് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും മികച്ച സ്കോറായ സാക്ഷാൽ സുനിൽ ഗവാസ്കർ നേടിയ 236 എന്ന 10 വർഷം പഴക്കമുള്ള റെക്കോർഡായിരുന്നു. കുത്തഴിഞ്ഞ ജീവിതം പ്രതിഭയെ എങ്ങനെയെല്ലാം നശിപ്പിക്കുമെന്നതിൻ്റെ കായിക ലോകത്തെ ഏറ്റവും നല്ല ഉദാഹരണമായി വിനോദ് കാംബ്ലി ഇന്നും ജീവിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ഇടംകൈയ്യൻ ബാറ്റർമാരിൽ ഒരാളാണ് വിനോദ് കാംബ്ലി. ബോംബെ ശാരദാശ്രം വിദ്യാമന്ദിരനായി സച്ചിൻ്റെ കൂടെ റെക്കോർഡ് റണ്ണടിച്ചു കൂട്ടിയ ആ ബാലൻ എവിടെയൊക്കെയോ ഒരു ഇടംകൈയ്യൻ റിച്ചാർഡ്സിനെയോ എയിൻസിനെയോ ഓർമ്മിപ്പിച്ചിരുന്നു. തൻ്റെ ഏറ്റവും മികച്ച ശിഷ്യരിൽ ഒരാളൊന്നും സച്ചിനേക്കാൾ പ്രതിഭയുള്ളവനെന്നും കോച്ച് രമാകാന്ത് അച്ഛരേക്കർ വാഴ്ത്തിയ പയ്യൻ പക്ഷേ തൻ്റെ ചെറുപ്രായത്തിൽ 25 വയസ്സിന് മുമ്പ് തന്നെ ദുശീലങ്ങളിലേക്ക് കൂളിയിട്ട് ഒരുപക്ഷെ ദാരിദ്ര്യം നിറഞ്ഞ ഭൂതകാലത്തിൽ നിന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ മായാലോകത്തിലേക്ക് എത്തിയപ്പോഴുള്ള അന്താളിപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. സച്ചിനോടൊപ്പം സ്കൂൾ ക്രിക്കറ്റിലും പ്രാദേശിക തലത്തിലും നിറഞ്ഞു നിന്ന കാംബ്ലിക്ക് പക്ഷേ ഒരു അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിനായി 1991 ഒക്ടോബർ വരെ കാത്തിരിക്കേണ്ടി വന്നു. രഞ്ജി ട്രോഫി നേരിട്ട് ആദ്യ പന്ത് തന്നെ ഗാലറിയിൽ എത്തിച്ച അവൻ ഇക്കാലയളവിൽ 14 രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്നും മുംബൈക്ക് വേണ്ടി അടിച്ചുകൂട്ടിയത് 7 സെഞ്ചുറികളായിരുന്നു. 1993 ജനുവരി 18 തൻ്റെ 21ാം ജന്മദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ കാംബ്ലിയെ ടെസ്റ്റ് ടീമിലെടുക്കാൻ സെലക്ടർമാർക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. വെങ്സർക്കാരും ശാസ്ത്രിയും ശ്രീകാന്തും മഞ്ജരേക്കറും WV രാമനും തഴയപ്പെട്ട ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് സീരീസിൽ കാംബ്ലിക്ക് ഇടം നൽകി. 2ാം ടെസ്റ്റിൽ 59 റൺസ് നേടി സാന്നിധ്യം അറിയിച്ച അയാൾ അടുത്ത ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ 224 റൺസ് നേടി സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. സിംബാബ്വേയുമായുള്ള 3 ഏകദിനത്തിൽ 2ലും മാൻ ഓഫ് ദി മാച്ച് കാംബ്ലി തന്നെയായിരുന്നു. ഷെയ്ൻവോണിനെ അടിച്ചു പറപ്പിച്ച കാംബ്ലിക്ക് ഷോർട്ട് പിച്ച് ബോളുകൾ നേരിടുന്നതിലെ പോരായ്മ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. 94 ഇന്ത്യയിൽ വന്ന വെസ്റ്റ് ഇൻഡീസ് പേസർമാർ ഇത് ഫലപ്രദമായി മുതലെടുക്കുകയും ചെയ്തു. 96 ലോകകപ്പിൽ സിംബാബ്വെക്കെതിരെ തന്റെ കരിയറിലെ അവസാന സെഞ്ചുറി വിനോദ് കാംബ്ലി നേടി. അന്ന് മാൻ ഓഫ് ദി മാച്ച് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ 44 റൺസും 2 വിക്കറ്റും വീഴ്ത്തിയ അജയ് ജഡേജ ആ പുരസ്കാരം കൊണ്ടുപോകുമ്പോൾ കാംബ്ലിക്ക് അത് നോക്കി നിൽക്കേണ്ടി വന്നു. ലോകകപ്പ് സെമിയിലെ പരാജയത്തിന് കരഞ്ഞുകൊണ്ട് കളം വിടുന്ന കാംബ്ലിയുടെ കരിയറിലെ പതനം അവിടെ തുടങ്ങിയായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലും പുറത്തും ചീത്തക്കുട്ടിയായവൻ പലർക്കും അനഭിമതനായി. ഉറ്റ സുഹൃത്ത് സച്ചിന്റെ ശുപാർശയിൽ പലപ്പോഴും ടീമിൽ വന്നും പോയിരുന്ന കാംബ്ലി തന്റെ കരിയറിൽ 9 തവണയാണ് ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കംബാക്ക് മാൻ എന്ന സ്ഥാനം പതിയെ മഹീന്ദർ അമർനാഥിൽ നിന്ന് കാംബ്ലിയിലേക്ക് വന്നു ചേർന്നു. 2000 മിന്നൽ പോലെ ഉയർന്നു വന്ന യുവരാജ് സിംഗ് തന്റെ സ്ഥാനം ഭദ്രമാക്കിയതോടെ കാംബ്ലി വിസ്മൃതിയിലാണ്ടു. പ്രാദേശിക ക്രിക്കറ്റിൽ ഏതാനും നല്ല ഇന്നിംഗ്സുകൾ കളിച്ചെങ്കിലും ഒരു തിരിച്ചുവരവ് അകലെയായിരുന്നു. തന്റെ കൂടെ കളിച്ചു തുടങ്ങിയ കളിക്കൂട്ടുകാരൻ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയപ്പോഴും പതനത്തിലേക്ക് വീണുപോയ കാംബ്ലിയുടെ കഥ ഇന്നും നമുക്ക് ദുഃഖത്തിൻ്റെതാണ്, ഇന്നും നമുക്ക് സങ്കടത്തിൻ്റെതാണ്. കാംബ്ലി ഒരു പാഠമാണ്. സുഖങ്ങളിലേക്ക് എത്തുമ്പോൾ വീണു പോകരുതേ എന്ന്, മതിമറന്നു പോകരുതേ എന്ന് കാംബ്ലിയുടെ ജീവിതം വളർന്നു വരുന്ന ക്രിക്കറ്റർമാരെ മാത്രമല്ല ഓരോ മനുഷ്യനെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്.